മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും അവൻ്റെ മേൽ അധികാരമുള്ളത് എന്തിനാണ്? ന്യായപ്രമാണത്തിന്. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് എന്തിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ന്യായപ്രമാണത്താൽ. ഭർത്താവ് മരിച്ചാൽ അവൾ എന്തിൽ നിന്നാണ് ഒഴിവുള്ളവളാകുന്നത്? ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ അവളുടെ പേരെന്താണ്? വ്യഭിചാരിണി. ഭർത്താവ് മരിച്ച സ്ത്രീ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതവണ്ണം ഏതിൽ നിന്നാണ് സ്വതന്ത്രമാകുന്നത്? ന്യായപ്രമാണത്തിൽ നിന്ന്. ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചത് എന്തിനാണെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് യേശുക്രിസ്തുവിന് ആകേണ്ടതിന്. ആരുടെ ശരീരം മുഖാന്തരമാണ് നാം ന്യായപ്രമാണ സംബന്ധിയായി മരിച്ചിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ. ജഡത്തിലായിരുന്നപ്പോൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നത് എന്താണ്? ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ. ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ എന്തിന് ഫലം കായ്ക്കത്തക്കവണ്ണമാണ് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നത്? മരണത്തിന്. ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നത് എപ്പോൾ? നാം ജഡത്തിലായിരുന്നപ്പോൾ. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരാകേണ്ടതിന് എന്തു ചെയ്യണം? ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കണം. പാപത്തെ അറിഞ്ഞത് എന്തിനാലാണ്? ന്യായപ്രമാണത്താൽ. മോഹത്തെ അറിഞ്ഞതിലുള്ള കാരണമായ ന്യായപ്രമാണം എന്താണ്? മോഹിക്കരുത് എന്ന ന്യായപ്രമാണം. ന്യായപ്രമാണം കൂടാതെ നിർജീവമായത് എന്താണ്? പാപം. എന്തു വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്നാണ് പൗലോസ് പറയുന്നത്? കൽപ്പന വന്നപ്പോൾ. തനിക്ക് ജീവനായി ലഭിച്ചിരുന്നത് എന്താണ് മരണഹേതുവായി തീർന്നതെന്നാണ് പൗലോസ് പറയുന്നത്? കൽപ്പന. അവസരം ലഭിച്ചിട്ട് കൽപ്പനകൾ ചതിക്കുകയും കൊല്ലുകയും ചെയ്തത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? പാപം. നന്മയായുള്ളതിനെ കൊണ്ട് മരണം ഉളവാക്കുന്നത് എന്താണ്? പാപം. ന്യായപ്രമാണം ആത്മീകം എന്ന് പറഞ്ഞത് ആരാണ്? പൗലോസ്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിളിക്കപ്പെട്ടവൻ തന്നെ. ആരുടെ വാക്കുകളാണിത്? പൗലോസിൻ്റെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ആരാണ് പറഞ്ഞത്? പൗലോസ്. ഇച്ഛിക്കാത്തത്, അതായത് പകയ്ക്കുന്നതിനെ ചെയ്യുന്നു എങ്കിൽ നല്ലത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ന്യായപ്രമാണം. ഇച്ഛിക്കാത്തത് ചെയ്യുന്നത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? പാപം. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല എന്ന് പറഞ്ഞതാരാണ്? പൗലോസ്. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന പൗലോസ് തൻ്റെ പക്കലുണ്ടെന്ന് കാണുന്ന പ്രമാണം എന്താണ്? തിന്മ. പൗലോസ് ഉള്ളം കൊണ്ട് രസിക്കുന്നത് എന്തിലാണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ. പൗലോസ് തൻ്റെ അവയവങ്ങളിൽ കാണുന്ന പ്രമാണം എന്താണ്? ബുദ്ധിയോട് പോരാടുന്ന പാപപ്രമാണം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ
ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞതാരാണ്? പൗലോസ്. പൗലോസ് ബുദ്ധി കൊണ്ട് സേവിക്കുന്നത് എന്തിനെയാണ്? ദൈവത്തിൻ്റെ പ്രമാണത്തെ. പൗലോസ് ജഡം കൊണ്ട് സേവിക്കുന്നത് എന്തിനെയാണ്? പാപത്തിൻ്റെ പ്രമാണത്തെ.